നമ്മള് പോണേക്ക് കൊറേ ചേച്ചിമാര് റോഡ് സൈഡിൽ ഇതേപോലെ വട്ടം കൂടി നിപ്പുണ്ടേട്ടാ. എന്താ സംഭവംന്നൊരു പിടുത്തവുമില്ല. അങ്ങനെ പോണേക്ക് ഒരു കട കിട്ടി. കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി കേറിയതാ. ഇവിടെയൊക്കെ നാരങ്ങ വെള്ളം ഇതേപോലെ പാക്കറ്റിലാണ് വന്നത്. അതും മേടിച്ച് കുടിച്ച് നമ്മള് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്തേട്ടാ. റോഡ് സൈഡിലൊക്കെ ഇതേപോലെ നെല്ലും കാര്യങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേട്ടാ. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് വെച്ചേക്കണത്. നല്ല വെയിലായോണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോഴാണ് നമ്മളൊരു പയ്യനെ കണ്ടുമുട്ടിയേട്ടാ. അങ്ങനെ പുള്ളീനോടൊക്കെ വർത്താനം പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. പോണ വഴിയിലൊക്കെ ഒരു ചെറിയ റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടേട്ടാ. ഇവിടെ ട്രെയിൻ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ സഞ്ചരിക്കുന്നത് ഒരു ഗ്രാമത്തിലൂടെയാട്ടാ. ഈ കാണുന്ന 2 വഴികളിൽ ഒന്ന് സബ് റൂമിലേക്കും ഒന്ന് ബെലോണിയയിലേക്കും ആട്ടോ. പോണ വഴിയിലൊക്കെ ഫുള്ള് നെൽകൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയല്ലേ കാണാൻ. അവിടെ ഒരാൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേട്ടാ. ഇതൊരു പഴയ പെട്രോൾ പമ്പാട്ടാ. പിന്നെ അതുപോലെ നമ്മൾ ഒരു പയ്യനെ കണ്ടുപിട്ടി. പുള്ളിനോട് കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞു നിന്നിട്ടാ. കുറച്ച് നേരം പുള്ളി കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു പാവം. അങ്ങനെ പുള്ളിനോടൊക്കെ യാത്ര നമ്മൾ മുന്നോട്ട് പോയി. പോണ വഴിക്ക് നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടേണ്ടത് വല്ലാത്ത സന്തോഷം തന്നെയാണ്. അതുപോലെ പോണ വഴിയിലൊക്കെ ഇതേപോലെ പന്നികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പന്നീനെ കെട്ടിയിട്ടേക്കണേണ്. വല്ലാത്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റൂട്ടില്. അപ്പോഴാണ് ഒരു പയ്യൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നേട്ടാ. അങ്ങനെ അവനോടൊക്കെ വർത്താനം പറഞ്ഞു നിന്ന്. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടാ. നമ്മളൊരു കോട്ടയം ജില്ലയിലൊക്കെ വന്ന ഒരു ഫീലാണ് ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ. അപ്പോഴാണ് കുറെ പിള്ളേര് നമ്മുടെ പുറകിൽ ഓടി വന്നേട്ടാ. അങ്ങനെ അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് അവർക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ സഞ്ചരിക്കുന്നത് ബോർഡറിനോട് ചേർന്നുള്ള റോട്ടിൽ കൂടെയാട്ടാ. അങ്ങനെ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ ഇട്ടി തുടങ്ങിയിട്ട് അപ്പോഴാണ് നമുക്കൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഈ ഒരു കടയുടെ ഫ്രണ്ടിലാണ് നമ്മൾ ടെന്റ് അടിക്കണം. ആ ഒരു കടക്കാരനൊക്കെ നല്ല അടിപൊളി മനുഷ്യനാണ്. പുള്ളി ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ടാ ഇവിടെ നമ്മൾ ടെന്റും കാര്യങ്ങളൊക്കെ അടിച്ചത്.